പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിന് ശേഷം നമുക്ക് ലഭിച്ച ഒരു ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസിനെ സംബന്ധിച്ചാണ്. സെത്ത് റോളിൻസിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ജിന്ദർ മഹലിനെതിരെ വേൾഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത സെത്ത് റോളിൻസിന് മത്സരത്തിൽ സക്സസ്ഫുള്ളായി റിട്ടേൺ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഉപരി സെത്ത് റോളിൻസിൻ്റെ കാലിന് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ആ ഒരു ഇഞ്ചുറിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടത്തെ കാലിനാണ് സെത്ത് റോളിൻസിന് ഇഞ്ചുറി നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മത്സരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് സെത്ത് റോളിൻസിന് ഈ ഒരു ഇഞ്ചുറി അനുഭവപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷേ മത്സരത്തിൽ ഒരു മുടന്തി സെത്ത് റോളിൻസ് മത്സരം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിലേക്ക് സെത്ത് റോളിൻസ് പോകുന്നതും മറ്റ് പ്രൊഡക്ഷൻ ക്രൂവിൻ്റെയും റെഫറിയുടെയും സഹായത്തോട് കൂടിയിട്ടാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് എത്തിയ സെത്ത് റോളിൻസ് അവിടെ ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ച ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്, അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ കാലിന് കുറച്ച് വെയിറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് ആളുകളുടെ ഒരു സഹായമില്ലാതെ പരസഹായമില്ലാതെ നടന്നു നോക്കാനും അദ്ദേഹം കുറച്ച് സ്പീഡിലൊക്കെ നടന്ന് ഒന്ന് ഓടി നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാലും സെത്ത് റോളിൻസിന് അത് പൂർണ്ണമായി ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം മുടന്തി നടന്ന് നീങ്ങിയതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. സെത്ത് റോളിൻസിൻ്റെ ഈ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് പുറത്തേക്ക് വന്നതിന് ശേഷം സെത്ത് റോളിൻസ് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ചെറിയൊരു ചർച്ച ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ഇടത്തെ കാലിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് സീരിയസ് ഒന്നുമല്ല. സീരിയസ് ആണെങ്കിൽ ഇപ്പോഴുള്ള വാർത്തയേക്കാൾ വലിയൊരു വാർത്തയായിട്ട് ഇത് പുറത്തേക്ക് വരേണ്ടതായിരുന്നു. സീരിയസ് അല്ലാത്തത് കൊണ്ട് തന്നെ സെത്ത് റോളിൻസ് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിൽ ഇല്ല. കാരണം റോയൽ റംബിളിലും റസൽമീനിയയിലും സെത്ത് റോളിൻസിന് കൃത്യമായ പ്ലാനുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു ആവശ്യം നിലവിൽ ഉദിക്കുന്നേ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്കിപ്പോൾ ഒരു വീഡിയോ ലഭിച്ചിട്ടുണ്ട്. റോ എപ്പിസോഡിലെ മത്സരം കാണുന്നതിന് ശേഷം അവിടെയുള്ള കാണികൾക്ക് വേണ്ടി ഒരു സെഗ്മെൻറ്റ്, ഒരു പ്രൊമോ സെത്ത് റോളിൻസ് ചെയ്തതിലാണ്. അപ്പോൾ ആ ഒരു പ്രൊമോ ചെയ്യുന്ന സമയത്തും സെത്ത് റോളിൻസ് മുടന്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സെത്ത് റോളിൻസിൻ്റെ കാലിന് ചെറിയ രീതിയിൽ ഇഞ്ചുറി അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് ജിന്ദർ മഹാലിനെ സംബന്ധിച്ചാണ്. വേൾഡ് ടൈറ്റിൽ മത്സരത്തിൽ പരാജയപ്പെട്ട ജിന്ദർ മഹാലിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്തായിരിക്കും എന്നുള്ളത് കുറച്ച് കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. ജിന്ദർ മഹാലിൻ്റെ മത്സരം കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ജിന്ദർ മഹാൽ ഒരു അഭിപ്രായം കുറിച്ചിട്ടുണ്ട്. തൻ്റെ പഞ്ചാബി സെലിബ്രേഷന് വേണ്ടി കുറേയധികം പൈറോകൾ കൊണ്ടുവന്ന് അത് ആവശ്യം വന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തമാശ രൂപേണ ജിന്ദർ മഹാൽ കുറിച്ചിരിക്കുന്നത്. ജിന്ദർ മഹാൽ ഇനിയൊരു റീമാച്ചിന് വേണ്ടി പോകും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ അഭിപ്രായങ്ങളും ജിന്ദർ മഹാലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇനിയൊരു റീമാച്ച് അല്ലെങ്കിൽ ഒരു വേൾഡ് ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കൂടി ഇനി ജിന്ദർ മഹാലിന് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ജിന്ദർ മഹാലിൻ്റെ കയ്യിലുള്ള എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജിന്ദർ മഹാൽ വേൾഡ് ചാമ്പ്യൻ ആകാനാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇൻഡസ് ഷെറിനെ അടക്കം ജിന്ദർ മഹാലിൻ്റെ കൂടെ കൊണ്ടുവന്നത്. പക്ഷേ അവരുടെ ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ജിന്ദർ മഹാലിന് വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വേൾഡ് ടൈറ്റിൽ മത്സരം സെത്ത് റോളിൻസിനെതിരെ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ജിന്ദർ മഹാൽ വീണ്ടും മിഡ് കാർഡ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ജോബർ സ്റ്റൈലിലേക്ക് ഇനി പോകുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ജിന്ദർ മഹാലിൻ്റെ അടുത്ത ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക മിക്കവാറും റോയൽ റംബിളിന് ശേഷമായിരിക്കും. റോയൽ റംബിൾ ഇനി നടക്കാൻ പോകുന്നത് ജനുവരി മാസത്തിൻ്റെ അവസാനത്തെ ആ ഒരു ഞായറാഴ്ചയാണ്. റോയൽ റംബിളിൽ ജിന്ദർ മഹാലിൻ്റെ ഒരു എൻട്രി ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജിന്ദർ മഹാലിന് ഇനിയും ഒരു വേൾഡ് ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജിന്ദർ മഹാൽ ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് ഇനി WWE വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.